ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം സൂറത്തുൽ അങ്കബൂത്ത്. അങ്കബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 കാലി. ആ അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള സൂക്തങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബല്ലദീന യഅ്മലൂനസ് സയ്യിആത്ത് അൻ യസ്ബിഖൂനാ സാഅ മാ യഹ്കുമൂൻ. അതല്ല, തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ വിചാരിക്കുന്നുവോ അവർ നമ്മെ മറികടന്നു കളയാമെന്ന്. അവർ തീരുമാനിക്കുന്നത് വളരെ മോശം തന്നെ. ഇതാണ് 4-ാമത്തെ ആയത്ത്. അതിൻ്റെ അർത്ഥം അം എന്ന് പറഞ്ഞാൽ അതല്ല. ഹസിബ വിചാരിച്ചു. ഹസിബ യഹ്സബു ഹിസ്ബാനൻ. അല്ലദീന യഅ്മലൂന, ആരാണ് വിചാരിക്കുന്നത്? പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്നവർ. എന്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ? അസ്സയ്യിആത്ത്. സയ്യിഅത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ തിന്മകൾ. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് സയ്യിആത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എല്ലാ തിന്മകളും ഉൾപ്പെടുമെങ്കിലും ഷിർക്ക്, ബഹുദൈവ ആരാധന, ബഹുദൈവ വിശ്വാസം. അപ്പോൾ ബഹുദൈവ വിശ്വാസങ്ങൾ പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ പരലോക നിഷേധം, അതൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ വിചാരിക്കുന്നവോ അയ്യസ്ബിഖൂന, അവർ നമ്മെ മുൻകടന്ന് കളയാം, മറികടന്ന് കളയാമെന്ന്. അയ്യസ്ബിഖൂന എന്ന് പറഞ്ഞാൽ യുജിസൂനന, നമ്മെ അശക്തമാക്കാമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവശക്തനാണവൻ. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, സർവശക്തനാണ്. അപ്പോൾ അങ്ങനെയുള്ള അള്ളാഹുവിനെ അശക്തനാക്കാം എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് അയ്യസ്ബിഖൂന, അവർ നമ്മെ മറികടന്നു കളയാമെന്നവർ വിചാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ തിന്മ ചെയ്ത ആളുകൾ അവർ ആ തിന്മക്ക് അല്ലാഹു തആല പ്രതിഫലം കൊടുക്കണം. ആ പ്രതിഫലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തിന്മയുടെ പ്രതിഫലം ശിക്ഷയാണല്ലോ. ആ ശിക്ഷ അവർക്ക് നൽകുന്നതിന് മുമ്പ് അവർ നമ്മെ അതിജയിക്കാം, നമ്മെ പരാജയപ്പെടുത്തി അശക്തമാക്കി മറികടന്ന് കളയാമെന്നവർ വിചാരിക്കുന്നുണ്ടോന്നാ മഹാനായിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞതായിക്കൊണ്ട് ഇവിടെ ആരാണ് തിന്മ ചെയ്തിട്ടുള്ള ആളുകൾ എന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. യുരീദു അൽ വലീദ് ഇബ്നുൽ മുഗീറ വ അബാ ജഹലിൻ വൽ അസ്വദ വൽ ആസിബിൻ ഹിഷാം വ ഷൈബത വ ഉത്ബത വൽ വലീദ് ഇബ്നു ഉത്ബ തുടങ്ങിയിട്ടുള്ള കുഫാറുകളുടെ നേതാക്കന്മാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ആളുകളെ സംബന്ധിച്ച് ഒക്കെ ആയിരിക്കാം പരാമർശിച്ചത്. പക്ഷേ ആരൊക്കെ പരലോകത്തെ നിഷേധിക്കുന്നുവോ, ആരൊക്കെ ബഹുദൈവ ആരാധന നിർവഹിക്കുന്നുവോ, ബഹുദൈവ വിശ്വാസം നടത്തുന്നുവോ, അങ്ങനെയുള്ള തിന്മയുടെ വക്താക്കൾ വിചാരിക്കുന്നുണ്ടോ അവർ നമ്മെ അതിജയിക്കുമെന്ന്, അവർ നമ്മെ മറികടന്ന് കളയാമെന്ന് വിചാരിക്കുന്നുണ്ടോ എങ്കിൽ അത് വളരെ മോശമായ ഒരു തീരുമാനമാണ് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതായത് ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യനെ ഒരു കൂട്ടം ആളുകൾ അടിച്ച് കൊല്ലുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരാൾ മറ്റൊരാളെ വധിച്ച് കളയുകയാണ്. അത് വെടിവെച്ചായിരിക്കാം, ബോംബ് വർഷിച്ചായിരിക്കാം, അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് വെട്ടിയോ കുത്തിയോ ഒക്കെ ആയിരിക്കാം കൊല്ലുന്നത്. എന്നിട്ട് നിസ്സാര കാരണങ്ങളുടെ പേരിൽ അദ്ദേഹം ഇവിടുത്തെ ഭൗതികമായ പോലീസിൻ്റെയും കോടതിയുടെയും ഒക്കെ മുമ്പിൽ അദ്ദേഹം തെളിവുകളുടെ അഭാവം നിമിത്തം രക്ഷപ്പെടുന്നുവെങ്കിൽ അവൻ കൊലയാളിയല്ലാതാകുമോ? അവൻ ശിക്ഷക്ക് അർഹനല്ലാതാകുമോ?
ഒരിക്കലുമില്ല. അങ്ങനെ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷ കിട്ടാതെ സർവശക്തനായ അള്ളാഹു, നീതിമാനായ അള്ളാഹുവിനെ മറികടന്ന് കളയാമെന്നവർ വിചാരിക്കുന്നുവോ? അപ്പോൾ പരലോകത്തിൻ്റെ ആവശ്യം, നീതിയുടെ ലോകം, തിന്മ ചെയ്തവർക്ക് തിന്മ, നന്മ ചെയ്തവർക്ക് നന്മ, അങ്ങനെയുള്ളൊരു ലോകം, ആ പരലോകത്തിൻ്റെ ആവശ്യകത ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, ഒരു ഭാഗത്ത് തീ പടർന്നിരിക്കുകയാണ്, അഗ്നിബാധയാണ്, ഒരുപാട് ആളുകളുടെ ജീവൻ പൊലിയാൻ വേണ്ടി പോകാൻ. അപ്പോൾ അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചില സുഹൃത്തുക്കൾ കഷ്ടപ്പെടുകയാണ്, സ്വന്തം ജീവൻ പണയം വെച്ചും കൊണ്ട് ആ അപകടത്തിലകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ്. അങ്ങനെ എന്തു ചെയ്യുന്നു? അപകടത്തിൽപ്പെട്ട ഓരോ ആളുകളെയും രക്ഷപ്പെടുത്തി. പക്ഷേ രക്ഷപ്പെടുത്താൻ മുന്നോട്ട് വന്ന ഒരു സഹോദരൻ അവിടെ മരണപ്പെടുകയാണ്. അപ്പോൾ ആ മരണപ്പെട്ട രക്ഷകനായി വന്ന സഹോദരന് മരണപ്പെടുമ്പോൾ ആ സഹോദരന് ഒരു നീതി വേണ്ട, നന്മ വേണ്ടേ? അതാര് കൊടുക്കും? തീർച്ചയായും നന്മ ചെയ്തവന് വലിയ നന്മകൾ ഇരട്ടിയായി നൽകുന്ന ഒരു ലോകം വേണം. ആ ലോകത്തിൻ്റെ പേരാണ് ആഖിറത്ത്, പരലോകം. അപ്പോൾ ദുനിയാവിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിന് നന്മ ചെയ്യുക? മരണാനന്തര ബഹുമതി എന്നൊക്കെ പറയുന്നത് അതിലൊന്നും വലിയൊരു കാര്യമില്ല. ശരിക്ക് യഥാർത്ഥത്തിൽ ആ മനുഷ്യന് തന്നെ അദ്ദേഹം ചെയ്തു തീർത്ത നന്മയുടെ പുണ്യം അനുഭവിക്കണമെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന് രണ്ടാമത് ജീവൻ നൽകി അത് ആ നന്മ ചെയ്യാൻ പരലോകത്ത് മാത്രമാണ് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരലോക വിശ്വാസം വളരെ പ്രധാനമാണ് എന്ന് ഈ ആയത്തും അതിൻ്റെ വ്യാഖ്യാനവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത വചനം, മൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫഇന്ന അജലല്ലാഹി ലആതിൻ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുമായുള്ള കൂടിക്കാഴ്ച ആരെങ്കിലും ആശിക്കുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ അവധി അത് വന്നെത്തുക തന്നെ ചെയ്യുന്നതാണ്. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇതാണ് 5-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. അതിൽ യർജു എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു, പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ അർത്ഥം. അതിൻ്റെ ഭൂതകാലക്രിയ റജ എന്നെഴുതുമ്പോൾ ജീമ് കഴിഞ്ഞിട്ട് അലിഫുൻ മംദൂദ, അതാണ് റജ എന്ന് പറയുന്നത്. യർജു അവൻ പ്രതീക്ഷിക്കുന്നു എന്നെഴുതുമ്പോൾ യാ സുക്കൂനുള്ള അതുപോലെ ജീമ് ലൊമ്മുള്ള ജീമ്, പിന്നെ വാവ്, യർജു, അലിഫ് ഉണ്ടാവുകയില്ല, യർജു, പിന്നെ അതിൻ്റെ മസ്ദർ റജാ. അപ്പോൾ അള്ളാഹുവിനെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന്, അള്ളാഹുമായുള്ള കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം പരലോകത്ത് സത്യവിശ്വാസികൾക്ക് മാത്രമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുക. പലരും പല പ്രവാചകന്മാരോടും ചോദിച്ചല്ലോ, അള്ളാഹുവിനൊന്ന് കാണിച്ചു കൊണ്ടാ അള്ളാഹു ഇറങ്ങി വരട്ടെ എന്ന്. ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കാണുകയില്ല, പരലോകത്തെ കാണാൻ കഴിയൂ. അത് മാർക്ക് സത്യവിശ്വാസികൾക്ക് മാത്രമാണ്. അള്ളാഹു തആല പറഞ്ഞില്ല, തുദ്രിക്കുൽ അബ്സ്വാറു വഹുവ യുദ്രിക്കുൽ അബ്സ്വാറ. ഈ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ പ്രാപിക്കുകയില്ല, അവനാകട്ടെ കണ്ണുകളെ പ്രാപിക്കുന്നു. ഇത് ദുനിയാവിൽ അള്ളാഹുവിനെ കാണാൻ ആർക്കും കഴിയില്ല. പ്രവാചകന്മാരാവട്ടെ മനുഷ്യരാകട്ടെ നേർക്കുനേരെ കാണാൻ കഴിയില്ല. പരലോകത്താണെങ്കിലോ അത് ഇലാ റബ്ബിഹാ നാളിറ, തങ്ങളുടെ രക്ഷിതാവിലേക്ക് നോക്കുന്നവരായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമിൽ പറയുന്നുണ്ട്. അത് സത്യവിശ്വാസികൾ, വിജയം കിട്ടുന്ന സ്വർഗവാസികളായിട്ടുള്ള ആളുകൾക്ക്. ഇനി നിങ്ങൾ നോക്കൂ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ അവർ മനസ്സിലാക്കണത് അള്ളാഹു നിശ്ചയിച്ച അവധി വരും, അഥവാ അന്ത്യം, മരണം. അതുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പല മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്, മൻ കാന യഖാഫുൽ മൗത, ആരെങ്കിലും മരണത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ഫലിയഅമൽ അമലൻ സ്വാലിഹാ, അവൻ സൽക്കർമ്മം ചെയ്യട്ടെ. ഫഇന്നഹു ലാ ബുദ്ദ അൻ യഅതിയഹു, നിശ്ചയം ആ മരണം വന്നെത്തുക തന്നെ ചെയ്യും. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം.
അതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിൻ്റെ 110-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി ഫലിയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. എന്നിട്ടോ തൻ്റെ രക്ഷിതാവിലുള്ള ആരാധനയിൽ ഇബാദത്തിൽ ഒന്നും തന്നെ ഒരാളെയും ഒന്നിനെയും അവൻ പങ്കു ചേർക്കാതിരിക്കട്ടെ. അതായത് കറകളഞ്ഞിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇബാദത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇബാദത്തുകളും പുണ്യകർമ്മങ്ങളും ചെയ്യുക മാത്രമല്ല, അത് ആത്മാർത്ഥമായിരിക്കണം. അവൻ്റെ നെയ്യത്ത് നന്നായിരിക്കണം. നെയ്യത്ത് നന്നാകാത്ത ഇബാദത്ത് അള്ളാഹുവിന് ആവശ്യമില്ല. വളരെ ഇഖ്ലാസോടുകൂടെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ദഹ്റിൽ പറഞ്ഞില്ലേ, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഞങ്ങൾ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്, റബ്ബിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ റിളാ അത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം നൽകുന്നത്. നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമോ ഒരു നന്ദി വാക്കോ ഒന്നും തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതല്ല, പടച്ച റബ്ബിൻ്റെ പ്രതിഫലം അത് കിട്ടാൻ നാം എന്ത് ചെയ്യണം? സൽക്കർമ്മങ്ങൾ ചെയ്യണം. ആത്മാർത്ഥമായ ഇബാദത്ത്, ഒരാളെയും പങ്കു ചേർക്കരുതെന്ന അള്ളാഹ്ക്കുള്ള ഇബാദത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ അവർ ഇത് അറിഞ്ഞ് അവരുടെ അംഗീകാരം വേണം, അവർക്കിടയിൽ വലിയ ആളാകണം എന്നുള്ള പ്രകടനപരത ഒരിക്കലും ഉണ്ടായിക്കൂടാ. റബ്ബിൻ്റെ പ്രതിഫലമായിരിക്കണം അവൻ്റെ പരമമായ ലക്ഷ്യം. നരകമോചനമായിരിക്കണം, സ്വർഗപ്രവേശനമായിരിക്കണം അവൻ്റെ ലക്ഷ്യം. അതല്ലാതെ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൂടാതെ വലിയ ഷിർക്കാകട്ടെ, അഥവാ അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളെ വിളിച്ച് തേടിക്കൊണ്ടും അവർക്ക് നേർച്ചകൾ നേർന്നുകൊണ്ടും അവർക്ക് ആരാധനകൾ സമർപ്പിച്ചുകൊണ്ടുമുള്ള വമ്പിച്ച വലിയ ഷിർക്കുണ്ടല്ലോ, ആ ഷിർക്ക് മഹാപാപമാണത്, ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ ചെറിയ ഷിർക്ക്, സദക്കകൾ സകാത്തുകൾ കൊടുക്കുമ്പോൾ, ആരാധനാ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, നന്മകൾ ചെയ്യുമ്പോൾ, ആ നന്മകൾ നിമിത്തം ആളുകൾക്കിടയിൽ താനൊരു വലിയ നന്മയുള്ള ആളാണ് എന്ന് പ്രചരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശത്തോടുകൂടെയുള്ള പ്രവർത്തനം, അതാണ് റിയാ എന്ന് പറയും. അതൊക്കെ അപകടകരമാണ്. അപ്പോൾ അതാണ് 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. അതേ, ഓരോ മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. അടുത്ത വചനം, വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സി ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ. ആര് കഠിന പരിശ്രമം നടത്തുന്നുവോ അവൻ അവൻ്റെ സ്വന്തത്തിന് വേണ്ടി തന്നെയാണ്, അവൻ അവൻ്റെ നെഫ്സിന് വേണ്ടി തന്നെയാണ് കഠിനമായ പരിശ്രമം നടത്തുന്നത്. തീർച്ചയായും അള്ളാഹു ലോകരെ സംബന്ധിച്ച് അനാശ്രയനാകുന്നു, ധന്യനാകുന്നു. ഇതിലിപ്പോൾ ജാഹദ എന്ന് പറഞ്ഞാൽ കഠിനമായി പരിശ്രമിച്ചു എന്നർത്ഥം. യുജാഹിദു അതിൻ്റെ മുലാരിയ വർത്തമാനകാല ക്രിയ, ജിഹാദ് അതിൻ്റെ മസ്ദർ ധർമ്മസമരം, കഠിനമായുള്ള പരിശ്രമം, അല്ലെങ്കിൽ മുജാഹദത്ത് എന്ന് പറയും. അപ്പോൾ ആര് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനമായ പരിശ്രമം നടത്തുന്നുവോ, അഥവാ ഹിജറ പോകേണ്ട ഘട്ടത്തിൽ ഹിജറ പോയിക്കൊണ്ട്, അതുപോലെ തന്നെ ശത്രുക്കളോട് പ്രതിരോധം തീർക്കേണ്ട സമയത്ത് അത് തീർത്തുകൊണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ധർമ്മസമരങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു വചനത്തിൽ കാണാം, അഫ്ളലു ജിഹാദ്, ഏറ്റവും വലിയ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് പറയുന്നത് കലിമത്തു ഹക്കിൻ ഇൻദ സുൽത്താനിൻ ജായിരിൻ, അക്രമകാരിയായ ഭരണാധികാരിയുടെ മുമ്പിൽ നീതിയുടെ വാക്ക് പറയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ജിഹാദ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ എന്ന് സൂറത്ത് ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതായത് ഖുർആൻ കൊണ്ട് നിങ്ങൾ വലിയ ജിഹാദ് നടത്തുന്ന, ഖുർആൻ അറിയാത്തത് കൊണ്ടാണ്, അതിൻ്റെ അർത്ഥവും ആശയവും അതിൻ്റെ മഹത്തായ സന്ദേശവും അറിയാത്തത് കൊണ്ടാണ് പലരും ഖുർആനിനെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, പലരും തെറ്റായ ജീവിതം നയിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്ക് പഠിപ്പിക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെ സൽക്കർമ്മങ്ങൾ ആര് അനുഷ്ഠിക്കുന്നുവോ ആ വിഷയത്തിൽ റബ്ബിൻ്റെ പ്രതിഫലം ഓർത്തുകൊണ്ട് കഠിനമായിട്ടുള്ള അധ്വാനം ആര് നടത്തുന്നുവോ അവൻ അവൻ്റെ നെഫ്സിന് വേണ്ടി തന്നെയാണ് പരിശ്രമം നടത്തുന്നത് എന്നാണ്. ഖുർആനിലെ സൂറത്ത് ഫുസ്സിലത്തിൽ 46-ാം സൂക്തത്തിൽ കാണാം,
മൻ അമില സ്വാലിഹൻ ഫലിനഫ്സി, ആര് സുഹൃതം ചെയ്യുന്നുവോ പുണ്യകർമ്മം ചെയ്യുന്നുവോ അത് അവന് വേണ്ടി തന്നെയാണ്. 27-ാം അധ്യായം സൂറ അന്നംലിലെ 40-ാമത്തെ വചനത്തിൽ കാണാം, വമൻ ഷക്കറ ഫഇന്നമാ യഷ്കുറു ലിനഫ്സി, ആര് നന്ദി പ്രകടിപ്പിക്കുന്നവോ അവൻ അവൻ്റെ നഫ്സിന് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്താ? നമുക്ക് തന്നെയാണ്. അതല്ലാതെ നമ്മളെല്ലാവരും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് എല്ലാവരും നല്ല നല്ല സത്യവിശ്വാസികളായിട്ട് അങ്ങനെ ഏറ്റവും വലിയ തഖ്വയുള്ള ആളുകളായി എന്ന് വിചാരിക്കുക. എന്നാൽ അത് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ, അള്ളാഹുവിൻ്റെ ആ മുൽക്കിൽ ഒന്നും തന്നെ വർദ്ധിപ്പിക്കുന്നില്ല. മാസാദ ദാലിക ഫീ മുൽക്കിഹി ഷൈആ, അള്ളാഹുവിൻ്റെ അധികാരാവകാശത്തിൽ അതൊന്നും തന്നെ വർധനമുണ്ടാക്കുകയില്ല. ഇനി എല്ലാവരും ദുർനടപ്പുകാരായി എന്ന് വിചാരിക്കുക, ഏറ്റവും മോശപ്പെട്ട ആളെ പോലെ മുഴുവൻ ആളുകൾ മാറി എന്ന് വിചാരിക്കുക. ജിന്നുകളും മനുഷ്യരുമായി എന്ന് വിചാരിക്കുക ഏറ്റവും മോശപ്പെട്ട. എന്നാൽ അത് അള്ളാഹുവിൻ്റെ അധികാരത്തിന് കുറക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്താൽ അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ്, നമ്മൾ തിന്മ ചെയ്താലോ അതിൻ്റെ ദോഷവും നമുക്ക് തന്നെയാണ്. അപ്പോൾ നന്മ ചെയ്യുക, അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ നന്മ പോലും അള്ളാഹുവിൻ്റെ ഉദ്ദേശിക്കാതെ റബ്ബിൻ്റെ പ്രതിഫലം മോഹിക്കാതെ ചെയ്താൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ബിജിഹാദിഹി, അങ്ങനെയുള്ള നന്മ, അങ്ങനെയുള്ള ധർമ്മസമരം അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇന്നല്ലാഹ ലാ യളിമു മിസ്കാല ദർറത്തിൻ വഇൻ തകു ഹസനതൻ യുളാഇഫുഹാ വയൂതി മിൻ ലദുൻഹു അജ്റൻ അളീമാ. സൂറത്തുൻ നിസാ 40-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചു. അതായത് അണുതൂക്കം അളവ് പോലും അല്ലാഹു തആല അക്രമം കാണിക്കുകയില്ല. ഒരു നന്മയുണ്ടോ അതിന് ഇരട്ടിയായിട്ട് നന്മ രേഖപ്പെടുത്തപ്പെടും എന്ന് മാത്രമല്ല അവൻ്റെ അടുക്കൽ നിന്ന് വമ്പിച്ച പ്രതിഫലം നൽകും എന്നുള്ളതാണ്. എന്നിട്ട് അവസാനത്തെ ആയത്ത് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം വലനജ്സിയന്നഹും അഹ്സനല്ലദീ കാനൂ യഅമലൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ തിന്മകൾക്ക് പ്രായശ്ചിത്തമായിട്ട് നൽകും എന്ന് മാത്രമല്ല അവർ പ്രവർത്തിച്ചും കൊണ്ടിരുന്നതിന് ഏറ്റവും നല്ല പ്രതിഫലം നൽകും എന്നാണ്. നജ്സിയന്നഹും ജസ എന്ന് എഴുതുമ്പോൾ ജീമ് സായ് പിന്നെ അലിഫുൻ മക്സൂറ, അതാണ് ജസ, യജ്സി ജസാ. അപ്പോൾ ഏറ്റവും അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും നന്മയുള്ളതിന് അനുസൃതമായിക്കൊണ്ട് അവർക്ക് എല്ലാ നന്മകൾക്കും അവർക്ക് പ്രതിഫലം നൽകുന്ന, അത് സത്യവിശ്വാസവും സൽക്കർമ്മവും നെഞ്ചേറ്റിയിട്ടുള്ള ആളുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നന്മയുള്ള മനുഷ്യർക്ക് ആ രൂപത്തിൽ പ്രതിഫലം നൽകുമെന്നാണ്. റബ്ബ് അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.